ഈ പറയുന്ന മാർച്ച് മാസത്തിലും ഇതിന്റെ ബ്രൂഡ് നിങ്ങൾക്ക് പരിശോധിക്കാം. കണ്ടോ, ഇതുപോലെ നല്ല കൃത്യമായിട്ട് ബ്രൂഡാണ്. കണ്ടോ, ഇവിടെ നിന്നും തേൻ കാര്യമായിട്ട് വരുന്നില്ല. ഈ തട്ട് ഇപ്പൊ ഈ പരുവത്തിൽ ആയി നിൽക്കുകയാണ്. കണ്ടോ, ഈച്ച നമ്മളെ കണ്ടോ കുത്തുന്നുണ്ടോ. ഇവനെ എന്റെ കേക്കനെ തേനീച്ച കുത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനെ ആശുപത്രി കൊണ്ടുപോയി. ഇത് നമ്മുടെ രണ്ടാമത്തെ തട്ടാണ്. ഇത് കേട്ടോ, ഇതിനകത്ത് തേൻ വന്ന് തുടങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തെ തട്ടാണ്. നമ്മൾ ഓപ്പൺ എയർ തന്നെയാണ് എടുത്തേക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ പെട്ടി തന്നെയാണ് കാണിക്കുന്നത്. നമ്മൾ സാധാരണ ബീവയിൽ പോലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് വേണം എടുക്കാൻ. നിങ്ങൾക്ക് ഓൺലൈനിൽ പോയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ബീവയിൽ മേടിക്കുകയും നമുക്ക് തേനീച്ചക്കുത്തിൽ നിന്ന് സംരക്ഷണം നേടുകയും ചെയ്യാം. ഓക്കെ, നമ്മൾ കമ്പിയിൽ അടകൾ കെട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ താഴെ നിന്ന് അടകൾ ഇട്ടുകൊടുത്ത അടകളായിരുന്നു. അപ്പോൾ അത് കുറച്ചുകൂടെ ഇങ്ങനെ കയറി വന്നിരിക്കുന്നതാണ്. പുതിയ അടകൾ നമ്മൾ മുട്ടയിടുന്ന സമയത്ത് തന്നെ നമ്മൾ എടുത്ത് വെള്ളം അടിച്ച് മുകളിലോട്ട് കൊടുത്തുകൊണ്ടിരുന്നു. അല്ലെങ്കിൽ നമുക്ക് അടകൾ നമുക്ക് എല്ലാം കിട്ടത്തില്ല. ഈ അടകളും ഇതുപോലെ പൂർത്തീകരിച്ച് വരുന്നേ ഉള്ളൂ. അപ്പൊ എല്ലാ അടകളും തന്നെ നല്ലപോലെ പൂർത്തീകരിച്ച് നമുക്ക് വരുന്നതായിരിക്കും. ഇപ്പൊ ഈച്ച ഒന്ന് വലിഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ നേരത്തേലും കുറച്ച് ഈച്ച വലിഞ്ഞിട്ടുണ്ട്. നേരത്തെ തന്നെ ആയിരുന്നെങ്കിൽ ഇന്നിപ്പം മാർച്ച് മാസം 3-ാം തീയതിയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം നേരത്തെ അതിന് കറക്റ്റായിട്ട് വരുമായിരുന്നെങ്കിൽ അതിന് മുമ്പ് തന്നെ വീഡിയോ എടുക്കാം. എന്നപ്പോൾ ഈച്ച ഇത് കൂടുതൽ ഈച്ച ഉണ്ടായിരുന്നു പെട്ടിക്കകത്ത്. പക്ഷെ ഇനി ഈച്ച ആയി വരണം. എന്നാലും കുറയുന്നില്ല. നമ്മൾ താഴെ നിന്ന് എടുത്തിട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈച്ച അങ്ങനെ കുറയുന്നില്ല. ഈ അടകളെല്ലാം നല്ലപോലെ കെട്ടി വന്നതിന് ശേഷം വേണം നമുക്ക് എടുക്കാൻ. അപ്പൊ ഈ തട്ടയിലും ഈ പരുവത്തിലാണ് നമുക്ക് ഇങ്ങോട്ട് മാറ്റുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ തട്ടില് കണ്ടോ, തേനായി വരുന്നേ ഉള്ളൂ. തേൻ രണ്ടാമത് ഇപ്പം വീണ്ടും ആക്കി വരുന്നേ ഉള്ളൂ. ഇതൊക്കെ ആദ്യത്തെ നമ്മൾ താഴെ ഇട്ട അടകളാണ്. കണ്ടോ, ഇതെല്ലാം നിറച്ച് നല്ല വീർപ്പിച്ച് വരും. അങ്ങനെ വീർപ്പിച്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു തട്ടിയിൽ നമുക്ക് നല്ല രീതിയിൽ വെള്ളയുടെയൊക്കെ ആണെങ്കിൽ നമുക്ക് 6.5 കിലോ വരെ നമുക്ക് തേനെടുക്കാൻ പറ്റും ഒറ്റ തട്ടിയിൽ നിന്ന്. അതല്ല എങ്കിൽ 5 കിലോ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. മാത്രമല്ല തട്ടുകളുടെ എണ്ണം കൂടുമ്പോൾ ഇച്ചിരി കുറവൊക്കെ വരും. എന്നാൽ പോലും നല്ലപോലെ ഈച്ച പെരുകുന്നുണ്ട്. കാരണം ഇങ്ങനെ ഈച്ച പെരുകണമെങ്കിൽ നമ്മൾ അടിയിൽ നിന്ന് അടകൾ എടുത്തിട്ട് ഈച്ചകളെ കൂടുതൽ കയറ്റി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പം നമുക്ക് ഇതിന്റെ ഇനി ബ്രൂഡ് ചേമ്പർ ഒന്ന് പരിശോധിച്ച് കാണിക്കാം. അതിനുശേഷം മറ്റേ അടകൾ എടുത്ത് കാണിക്കാം. ഈച്ച ഇപ്പോൾ കുത്തൽ ഒന്ന് ഒഴിവായിട്ടുണ്ട്. അപ്പൊ ഈ സാഹചര്യത്തിൽ ഞാനൊന്ന് കാണിക്കാം. അപ്പം ഇതിൻ്റെ അകത്തും ഇച്ചിരി പിടിപ്പിച്ചിട്ടുണ്ട്. നോക്കിയിട്ട് മുകളിലോട്ട് വെക്കാം. ഇതുപോലെ നമ്മൾ എക്സ്ക്ലൂഡർ വെക്കണം. എക്സ്ക്ലൂഡർ വെച്ച് കഴിഞ്ഞാൽ ആടി മുകളിലോട്ട് കയറത്തില്ല. അതാണ് അതിന് ഗുണം. എക്സ്ക്ലൂഡർ എടുക്കുമ്പോൾ ഇത് ഉറപ്പിച്ച് വെച്ചേക്കുന്നുണ്ട്. ഇത് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ വലിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈച്ച കുത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കറക്കണം. ഇങ്ങനെ പതുക്കെ ഒന്ന് കറക്കിയിട്ട് വേണം ഇതെടുക്കാൻ. നമുക്കറിയാം പലപ്പോഴും ഇവിടെ തേനുണ്ടെങ്കിൽ ഇങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ പൊക്കി വരും, കൊണ്ടുവന്ന് വരും. മാത്രമല്ല ഈ എക്സ്ക്ലൂഡർ വെച്ചേക്കുന്നതുകൊണ്ടാണ് ഇത് കണ്ടവാനം ഇത് മുകളിലോട്ടൊന്നും പിടിപ്പിക്കാത്തത്. അല്ലെങ്കിൽ തേനാണെങ്കിൽ അതൊന്നുമല്ല, ഇവർ മുകളിലോട്ടൊക്കെ അതിൽ എല്ലാം പിടിപ്പിച്ച് കൊണ്ടുവരികയും ചെയ്യും. തേൻ കുറവായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ പെട്ടി തന്നെ നിങ്ങളെ കാണിക്കുന്നത് നിങ്ങൾക്ക് ഒരു വീഡിയോയ്ക്ക് ഒരു സുതാര്യത വന്നിട്ടുള്ളതാണ്. ഇതിന്റെ മറ്റു പെട്ടികൾ ഇവിടെ ഇങ്ങനെ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ പെട്ടികൾ വെച്ചിട്ടുണ്ട്. ഇത് ഒരു ഓപ്പൺ എയർ ആണ്. നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമാണ്. പല ആൾക്കാരും പറയും വെയിലത്ത് വെച്ചാൽ പെട്ടി വളരത്തില്ലാതെ. അതെന്താണെന്ന് അത് അവർ പറഞ്ഞു പഠിപ്പിച്ചേക്കുന്ന കാര്യങ്ങളായിരിക്കാം. പക്ഷെ ഞാൻ വെയിലത്ത് വെച്ചിട്ട് പെട്ടി വളരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ നോക്കാം. ഇപ്പുറത്തെ അട ലൂസ് ആയതുകൊണ്ടാണ് നമുക്ക് എടുക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് പിടിപ്പിച്ച് വെച്ചേക്കുന്നതാണ് എടുക്കാൻ പറ്റുന്നത്. ഈ പറയുന്ന മാർച്ച് മാസത്തിലും ഇതിന്റെ ബ്രൂഡ് നിങ്ങൾക്ക് പരിശോധിക്കാം. കണ്ടോ, ഇതുപോലെ നല്ല കൃത്യമായിട്ട് ബ്രൂഡാണ്. കണ്ടോ, ഇവിടെ നിന്നും തേൻ കാര്യമായിട്ട് വരുന്നില്ല. കാരണം ഈ തേൻ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ മുകളിലോട്ട് പോകും.
മുകളിൽ കൊണ്ട് അവർക്ക് വെക്കാനുള്ള സ്ഥലം ഉള്ളതുകൊണ്ടും മാത്രമല്ല കേട്ടോ. ഇപ്പൊ ഉണ്ടോ ക്വാളി ഇതിന്റെ അടയുടെ മുട്ട കണ്ടോ, താഴെ മുതൽ നോക്കിക്ക്. നിങ്ങളുടെയൊക്കെ പെട്ടി തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണോ മുട്ടയിട്ട് നോക്കണം. ഇതാ ഇവിടെ മാത്രം ഇവിടം വരെ മുതൽ ഇവിടം വരെ മുട്ട കറക്റ്റായിട്ടാണ്. കാരണമല്ല ഈച്ച അട പിടിപ്പിച്ചേക്ക് നോക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുമില്ല, വൃത്തിക്കാണ് പിടിക്കുന്നത്. ഈ വൃത്തിക്ക് പിടിപ്പിച്ചേക്കുന്ന ഇത് കമ്പിയും കാര്യങ്ങളെല്ലാം ഉണ്ട്, നമുക്ക് അട ഇങ്ങനെയൊക്കെ പിടിക്കാം, പൊട്ടിപ്പോകത്തില്ല. സാധാരണ ആൾക്കാരുടെ അട ഇത് ഇങ്ങനെ കുത്തനെ പിടിച്ചില്ലെങ്കിൽ അത് പൊട്ടിപ്പോകും. അതിനാണ് നമ്മൾ കമ്പി ഇട്ടേക്കുന്നത്. ഒറ്റ കമ്പിയെ വലിച്ചിട്ടുള്ളൂ, ഒറ്റ കമ്പി മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇവിടെ ഒരു ഒറ്റ കമ്പി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് അടയൊന്നും ഇങ്ങനെ പോകാത്തത്. അതിങ്ങനെ വേണം പിടിച്ച് നമുക്ക് കറക്കി എടുക്കാം. ഇതാ ഇങ്ങനെയൊക്കെ പിടിക്കാം, ഒന്നും കുഴപ്പമില്ല. പക്ഷെ സാധാരണ അടകൾ അങ്ങനെ പിടിക്കരുത്, പിടിച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടിപ്പോകും. ഇവിടെ നമ്മൾ നീക്കിയിട്ടാണ് എടുക്കേണ്ടത്. പക്ഷെ ഇതിന് നല്ല രീതിയിൽ പിടിപ്പിച്ചേക്കുന്നതുകൊണ്ട് ഗ്യാപ്പ് ഉള്ളതുകൊണ്ടും തേനധികം ഇവര് മുകളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതുകൊണ്ടും ഇതാ ഇത് ഇവര് പിന്നീട് ഇങ്ങേറ്റത്തെ പിടിപ്പിച്ച് വന്നേക്കുന്നത്. നമ്മൾ മുകളിലോട്ട് എടുത്തു വരുമ്പോൾ ഇതുപോലെ ഇവര് അട പിടിപ്പിച്ച് വന്നേക്കുന്നതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊക്കെ മറക്കരുത്. ഞാൻ നല്ല നല്ല വീഡിയോ നിങ്ങൾക്ക് ഇതുപോലെ കൊണ്ടുവരും. അപ്പോൾ എന്റെ വീഡിയോ എല്ലാം തന്നെ കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ആവശ്യം. ഇതോ നിങ്ങൾക്ക് കാണാം, മറ്റുള്ള ആൾക്കാരുടെ അടകൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലെ മാത്രമേ മുട്ടയുള്ളൂ. ഇതിങ്ങനെ വെച്ചേക്കുന്നത് വെച്ചാൽ റാണിയെ കൂട്ടി നിർത്തി റാണി തന്നെയാണ് ഞാൻ റാണി മുട്ട ഉണ്ടാക്കിയേക്കുന്നത്. എന്റെ വീഡിയോസ് എല്ലാം കിടപ്പുണ്ട്, നിങ്ങൾക്ക് കയറി കാണാം. അതുകൊണ്ടാണ് ഈ പെട്ടി ഇത്രയും നല്ല കറ്റായിട്ട് നമുക്ക് കിട്ടുന്നത്. ഇതുപോലെ മുട്ടയുള്ള പെട്ടികൾ ഉണ്ടാകണമെങ്കിൽ നല്ല രീതിയിലുള്ള റാണി ഉണ്ടാക്കണം. ഗേജിലൊന്നും വെച്ച് റാണി വിരിയിച്ചെടുക്കരുത്. നമ്മൾ തന്നെ റാണി മുട്ട ഇവരെ തന്നെ കൊണ്ട് തന്നെ കട്ട് ചെയ്യിച്ചുണ്ടാക്കണം. അതിനുള്ള വീഡിയോ എല്ലാം ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഈ രണ്ട് അടയും ഞാൻ നിങ്ങളുടെ കയ്യിൽ പിടിച്ചേക്കുക, എങ്ങോട്ടും മാറ്റിക്കൊണ്ട് പോയിട്ടില്ല. എഡിറ്റിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല, എല്ലാം എടുത്ത് കാണിക്കാം. ഇതാ നിങ്ങൾക്ക് കാണാം, ഇതാ ഈ അടയില് മുട്ടയുടെ പാറ്റേൺ നിങ്ങൾ കണ്ടോ, വളരെ കറക്റ്റായിട്ടാണ് കണ്ടോ. മുകളിൽ മുതൽ താഴെ വരെ ഞാൻ ഇതൊന്ന് താഴെ വെച്ചിട്ട് കാണിക്കാം. ഈച്ച വയലന്റ് ആയതുകൊണ്ട് തൽക്കാലം ഞാൻ വീഡിയോ നിർത്തുവാണ്. കണ്ട മൂക്കിലെല്ലാം കുത്തുന്നുണ്ട്. അപ്പൊ തേനീച്ച കുത്താൻ തുടങ്ങിയോണ്ട് ഞാൻ ഈ പെട്ടി ഒന്ന് ഇനി അടച്ചു വെക്കുവാണ്. അപ്പം ഇനി എങ്ങനെയാണ് അടയ്ക്കുന്നത് കാണിക്കാം. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മുടെ എക്സ്പ്ലോഡർ വെക്കണം. എക്സ്പ്ലോഡർ വെക്കാൻ പോയപ്പോഴും ഈച്ച അവിടെ കുത്തുന്നുണ്ട്. നമ്മളെപ്പോഴും സംരക്ഷണം ചെയ്ത് വേണം നിൽക്കാൻ. ഈച്ച ഒന്ന് കുത്തിക്കഴിഞ്ഞാൽ എല്ലാ ഈച്ച നമ്മളെ കുത്തും. അപ്പൊ നമ്മൾ ഒന്നെങ്കിൽ അത് എന്തെങ്കിലും മണം ഉപയോഗിച്ച് കഴുകിക്കണം. ഇനി എടുത്ത് വെച്ച വെട്ടികൾ അതുപോലെ തന്നെ വെക്കുക. രണ്ടാമത്തെ പെട്ടി, ഇത് മൂന്നാമത്തെ പെട്ടി, ഇത് നാലാമത്തെ ബ്രൂഡ്. ഇനി നിങ്ങൾക്ക് കാണാം, ഇതിനെല്ലാം അടപ്പേൽ പൊത്തുണ്ട്. ഇവിടെ ഒരു പൊത്തുണ്ട്, 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 താഴെ പൊത്തുണ്ട്. ഇത്രയും പൊത്തുള്ള എന്ന് വെച്ചാൽ ഈച്ചയ്ക്ക് ശരിക്കും വായു സഞ്ചാരം കിട്ടാനും ഈച്ചകൾ വേഗത്തിൽ തേൻ എടുത്തോടെ കയറണമെങ്കിൽ താഴേന്ന് അല്ലെങ്കിൽ മുകളിൽ വരെ ഈച്ചയ്ക്ക് നടന്ന് കയറേണ്ട ആവശ്യം വരും. അപ്പൊ അതിനാണ് നമ്മൾ ഇതുപോലെ പൊത്തു കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഈച്ച താഴേന്ന് മുകളിലോട്ട് വരുമ്പോൾ നമുക്ക് തേൻ തട്ട് ശരിക്കും തേൻ കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാ ഇതിന് ഞാൻ പൊത്തു കൊടുത്തിട്ടുണ്ട്. സാധാരണ തേനീച്ചക്കാര് വളർത്തുന്ന പോലെയല്ല ഞാൻ വളർത്തുന്നത്. ഞാൻ സാധാരണ ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ആയിരങ്ങളും പതിനായിരങ്ങളും ഉള്ള ആൾക്കാർക്ക് വേണ്ടിയല്ല. അപ്പൊ അവർക്ക് വേണമെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്നൊരു കുഴപ്പമില്ല. പക്ഷെ അവര് വെച്ച് ഞാൻ ഒരുപാട് പെട്ടികൾ വെക്കുന്നു,
അവർ തേനെടുക്കുന്നു. നമ്മളങ്ങനെയല്ല, കുറഞ്ഞ വെട്ടി വെച്ചിട്ട് കൂടുതൽ തേനെടുക്കാനുള്ള ഒരു മെത്തേഡാണ് നമ്മളുടെ രീതി. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പണലാഭമുണ്ട്. നമുക്ക് ഒരുപാട് ആൾക്കാരുടെ ആവശ്യമില്ല. നമുക്ക് തേൻ വരുവാണെങ്കിൽ നേരത്തെ തന്നെ തേൻ വന്നു തുടങ്ങും. അപ്പോൾ അടകളൊക്കെ നമ്മൾ നേരത്തെ തന്നെ സജ്ജീകരിച്ചു വെക്കണം. ഈ വർഷത്തെ കാലാവസ്ഥ മോശമാണെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് നമുക്ക് തേൻ എടുക്കാൻ കാര്യമായിട്ട് കഴിയാഞ്ഞത്. എന്നിരുന്നാൽ പോലും ചെറിയ തോതിലൊക്കെ നമുക്ക് തേൻ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതല്ല, നല്ലപോലെ നമ്മൾ തടിപ്പിച്ചിട്ട് എടുക്കണം. ഇതുപോലെ എണ്ണം കൂട്ടി നമ്മൾ വെക്കുമ്പോഴത്തേക്ക് നമ്മൾ അതുപോലെ തേൻ നല്ലപോലെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതുപോലെ നല്ലപോലെ കിട്ടത്തുള്ളൂ. അല്ലെ നമ്മൾ ഒറ്റത്തട്ടിൽ നിന്ന് മാത്രം ഇതുപോലെ ചെയ്യാം. ഒറ്റത്തട്ട് മാത്രമാണെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ നമുക്ക് കിട്ടും. കൂടുതൽ നമ്മൾ നല്ല രീതി തേൻ വരുമ്പോൾ ചെയ്യുന്ന രീതിയാണ് ഇത്. അപ്പം ഇതുപോലെ തേനീച്ച വളരും എന്ന് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ സന്ദേശം തരുന്നത്. അപ്പം മാത്രമല്ല, എൻ്റെ റബ്ബറിന്റെ ഇല നിങ്ങൾക്ക് കാണുക, അങ്ങനെ അവിടെയൊക്കെ ഇപ്പൊ രണ്ടാമത്തെ തളിര് വന്നിരിക്കുകയാണ്. ഇതുണ്ടോ, രണ്ടാമത്തെ തളിര് വന്ന് മൂത്തോണ്ടിരിക്കുകയാണ്. ആദ്യത്തെ കരിയാപ്പല പരുവമുള്ള മുഴുവൻ വന്ന് പോയി. അപ്പം ഈ തളിരിൽ തേൻ കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ തേൻ കിട്ടുകയാണെങ്കിൽ ഈ തേൻ എടുക്കുന്ന വീഡിയോ നിങ്ങളെ കൃത്യമായിട്ട് ഈ പെട്ടിയിൽ നിന്ന് തന്നെ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം ഒരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരും. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.